ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. L366 ലാലേട്ടൻ്റെ 366ാമത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായിട്ടുണ്ട്. റിലീസ് ചെയ്ത പോസ്റ്ററിൽ ആ സിനിമയുടെ പേര് വരുന്നത് അതിമനോഹരമെന്നാണ്. വിഷുവിനാണ് റിലീസ് ചെയ്തത്. സിനിമയിലെ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തുടരും ഡയറക്ടറായ തരുൺ മൂർത്തിയാണ്. തുടരും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്, ഒരു മലയാളി എങ്ങനെ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിച്ചു, അതുപോലെയാണ് തരുൺ മൂർത്തി ലാലേട്ടനെ തുടരിൽ പ്രസൻറ്റ് ചെയ്തത്. അതേ ഒരു കോംബോ തന്നെയാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നത്. സിനിമയുടെ പേര് അതിമനോഹരമെന്നാണ്. ആഷിഖ് ഉസ്മാനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മ്യൂസിക് നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. ആൻഡ് രതീഷ് രവിയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും ചെയ്യുന്നത്. സിനിമ ലാലേട്ടൻ ആ സിനിമയിൽ ഒരു സബ് ഇൻസ്പെക്ടർ റോളിൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ ഒരു ശബരിമലയിൽ പോകുന്നത് പോലെ ആ ഒരു എല്ലാവരും കറുത്ത ഷർട്ടിട്ട് നിൽക്കുന്ന ഇടയിൽ ഒരു കാക്കി സബ് ഇൻസ്പെക്ടറായിട്ട് ലാലേട്ടന് വളരെ ചിരിച്ച മുഖത്തോടെ മീശയോടെ, താടിയൊന്നുമില്ല, മീശ മാത്രം വെച്ച് വളരെ ചാമായിട്ട് ലുക്കായിട്ട് വളരെ ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഒരു വിഷുവിനൊരു സമ്മാനമാണ് മലയാളി പ്രേക്ഷകർക്ക് സിനിമാ രംഗത്ത് നിന്ന് കിട്ടിയത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ആൻഡ് ഈ സിനിമ ആദ്യം വേറൊരു ഡയറക്ടറാണ് ഇരുന്നത്. ബട്ട് കഥയിലെ താല്പര്യക്കുറവ് മൂലം, പ്രൊഡ്യൂസറിൻ്റെ ആ ഒരു സംസാരക്കുറവ് മൂലം ഈ സിനിമ വേറൊരു ഡയറക്ടറിലേക്ക്, ആ ഡയറക്ടറായിട്ട് തരുൺ മൂർത്തിയിൽ വരുന്നു. തരുൺ മൂർത്തിയിൽ വരുമ്പോൾ തന്നെ ഈ സിനിമയുടെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഫാൻസുകാരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. കാരണം തുടരിൽ തരുൺ മൂർത്തി എങ്ങനെയാണ് മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തുടരിൽ സീൻ ബൈ സീന് ലാലേട്ടൻ എന്ന നടനെ, ഒരു താരത്തിനെ, ഒരു ആക്ടറിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്, മേക്ക് എ വേ ഫോർ ദ കിങ് എന്ന ആ ഒരു തീം മ്യൂസിക് ലാലേട്ടൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു തുടരുമില്ല. അതൊരു ഇമോഷണൽ ആയാലും മാസ് ആയിരുന്നാലും എല്ലാ രീതിയും ലാലേട്ടൻ ആ കണ്ണ് കാണിക്കുന്നതും ആ ദേഷ്യം കാണിക്കുന്നത് എന്ത് മാസ ഓറ അപ്പീലായിരുന്നു തുടരുമില്ലേ തരുൺ മൂർത്തി ചെയ്തു വെച്ചേക്കുന്നത്. തരുൺ മൂർത്തി ലാലേട്ടന് വേണ്ടി ചെയ്ത് കൊടുത്തത് അമ്മാതിരി ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അത് നല്ല രീതിക്ക് തന്നെ അതിൽ തന്നെ തരുൺ മൂർത്തിയെ ഫാൻസിനും മറ്റുള്ളവർക്കും നല്ല രീതിക്ക് ബോധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ നായികയായി മീര ജാസ്മിനും വരുന്നു എന്നുള്ള ടോക്കുകളും ഉണ്ട്. ഇതിൽ TS ലൗലജൻ എന്നാണ് ലാലേട്ടൻ്റെ ക്യാരക്ടർ നെയിമോ എന്നും പറയുന്നുണ്ട്. ഒരു വെറൈറ്റി പേര് തന്നെയാണ്, ലൗലജൻ അങ്ങനെയാണ് വരുന്നത് ലാലേട്ടൻ്റെ പേര്. ആൻഡ് ഈ സിനിമ മൊത്തത്തിൽ ഒരു ഒരു ക്യാരക്ടർ ഡ്രിവൻ റൂട്ടായിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി പടം എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ആക്ഷൻ കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് തുടരും പോസ്റ്ററും എല്ലാവരും കണ്ടിട്ട് ചുമ്മാതാണ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് തുടരുമിൽ പോയി എല്ലാവരും വണ്ടടിച്ച് വന്നതാണ്. ഇതുപോലെ ഇതും ആക്ഷൻ കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി വണ്ടടിപ്പിക്കാനുള്ളതാണോ എന്ന് അറിയില്ല. എന്നിരുന്നാലും തരുൺ മൂർത്തി നല്ല രീതിക്ക് തന്നെ സിനിമ ചെയ്യുമെന്നാണ് വിശ്വാസം. മലയാളികൾക്ക് ലാലേട്ടനെ എങ്ങനെ കാണാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തരുൺ മൂർത്തിയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. കാരണം ലാലേട്ടനെ തുടരുമെന്ന സിനിമയിൽ തരുൺ മൂർത്തി മൈനസ് ആയിട്ട് ഒന്നും പറയാനില്ല ലാലേട്ടനെ എന്നൊരു രീതിക്കാണ്. കാരണം നെഗറ്റീവായിട്ട് ഒന്നും ആർക്കും പറയാനില്ല എന്നൊരു രീതിക്കാണ് ലാലേട്ടനെ തുടരും സിനിമയിൽ തരുൺ മൂർത്തി പ്രസന്റ് ചെയ്തത്. ആൻഡ് ഈ സിനിമ ഈഗർലി നല്ലൊരു എക്സ്പെക്റ്റേഷനിൽ വരുന്നൊരു സിനിമയാണ്. ഏപ്രിൽ 15 വിഷുവിനാണ് റിലീസ് ചെയ്തത്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതിമനോഹരം, വളരെ ചാമായിട്ട്, വളരെ വൈറലുമായിട്ട്. കാരണം വിഷുവിന് അത്രയും സുന്ദരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് അതിമനോഹരം സിനിമയിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് റിലീസ് ചെയ്ത്. ഇനിയാണ് കുറേ കാലത്തിന് ശേഷം വീണ്ടും ലാലേട്ടൻ താടി വഴിക്കുന്നു. വെറും മീശ ചേരില്ലെന്നാണ് പറഞ്ഞവർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, തരുൺ മൂർത്തി മീശ ചേരില്ല എന്ന് ലാലേട്ടന് കുറേ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മീശയെ വെച്ച് താടി മാറ്റുന്നില്ലെന്നുള്ള കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും താടി മാറ്റി വെറും മീശയിൽ ലാലേട്ടനെ ഇറക്കിയിട്ടുണ്ട്. അതാണ് എങ്ങനെ മലയാളികൾ ലാലേട്ടനെ കാണണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് തരുൺ മൂർത്തിക്ക് നല്ല രീതിക്ക് അറിയാമെന്നുള്ളൊരു ലേബലിലാണ് തരുൺ മൂർത്തി ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു ഫോട്ടോ ഇറക്കി അതിനുശേഷം തന്നെ ഭയങ്കര ട്രെൻഡും വൈറലും കാര്യങ്ങളായിരുന്നു ലാലേട്ടൻ്റെ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ ഒരു അഴിച്ചുപണിയല്ല, ഒരു മുറ്റം പണി തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം ആഷിഖ് ഉസ്മാനും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജേക്സ് ബിജോയുടെ കത്തിക്കലുണ്ടാകും. തുടരും സിനിമയിൽ നിങ്ങൾ ജേക്സ് ബിജോ എന്താണ് ചെയ്തു വെച്ചതെന്ന് അറിയാമല്ലോ. എന്തൊക്കെ
എന്തൊക്കെ പാട്ടാ, എന്തൊക്കെ തീം മ്യൂസിക്കാണ് അത്. ലാലേട്ടനെ പറ്റും ആ ഒരു ലെജൻഡറി പോലത്തെ ഒരു തീം മ്യൂസിക്, അല്ലെങ്കിൽ ഒരു വൈഡ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു തീം മ്യൂസിക്, ഒരു കൊമ്പൻ, ഒരു കാട്ടാന് എന്ന രീതിക്കുള്ള ഒരു സെറ്റിങ്ങും കാര്യങ്ങളാണ് ജെയ്ക്സ് വിജയ് തുടരും കൊടുത്ത്. അത് തന്നെയായിരിക്കും ഇതിലും കൂടെ. കാരണം ഇപ്പം മലയാളത്തിൽ ജെയ്ക്സ് വിജയ് തന്നെയാണ് കത്തി നിൽക്കുന്നത് എല്ലാ സിനിമയിലും. അത് പ്രത്യേകിച്ച് ബിജിഎം വൈസ് ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ സുശിശ്യാം ഉണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളി ഒരു നല്ലൊരു ലോങ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അതായത് ഈ കല്യാണത്തിന് ശേഷം, പുള്ളിയുടെ കല്യാണത്തിന് ശേഷം ഒരു നല്ലൊരു ലോങ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി പാട്രിയോട്ടിൽ എന്താണ് പുള്ളി ഇപ്പോൾ വന്നേക്കുന്നത്. ബട്ട് ഇപ്പൊ ജെയ്ക്സ് വിജയ് തന്നെയാണ് കറന്റ് മോളിവുഡിലെ നമ്പർ 1 മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. എജ്ജാതിയായിട്ട് ചെയ്യുന്നുണ്ട്, വേറെ രക്ഷയില്ല. ഈ പടവും നല്ല രീതിക്ക് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒട്ടാകെ എല്ലാവരും അതിമനോഹരമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ്റെ ആ മീശയും മാത്രമുള്ള ആ ലുക്കിൽ എല്ലാവരും വീണും പോയി.